നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് എന്ന് പറയുന്നതിൽ ഇത്രമാത്രം എന്താണ് ചോക്ലേറ്റിൽ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്, അതായത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ചോക്ലേറ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ചോക്ലേറ്റ് പോലെയല്ല, ഇതിൽ അധികം മധുരമില്ലാത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് പല അസുഖങ്ങൾക്കും ഇത് ഏറ്റവും നല്ലൊരു എന്താ പറയുന്ന ഒരു ഫുഡ് പോലത്തെ ഇതാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മിതമായ രീതിയിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അതായത് കഴിക്കുമ്പോൾ ഇതിൽ നമ്മുടെ കോഫി പോലെ ഒരു കഫീൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രെയിനിനൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മെമ്മറിക്കൊക്കെ ബ്രെയിനിലോട്ട് സർക്കുലേഷൻ ഉണ്ടാകാനും, അതുപോലെ തന്നെ നമുക്ക് മെന്റൽ സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ BP, നമ്മുടെ കൊളസ്ട്രോള് ഇങ്ങനെയുള്ളതിനൊക്കെ വളരെ നല്ലതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മധുരം വളരെ കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബ്രെയിനിനൊക്കെ മെമ്മറിക്കൊക്കെ വളരെ എഫക്റ്റീവാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഫൈബറും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണിത്. നമുക്ക് പ്രത്യേകിച്ചും നമുക്ക് ഈ കുറച്ച് ഒരു അളവിൽ തന്നെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വിശപ്പൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാനൊക്കെ സഹായിക്കും. പ്രത്യേകിച്ച് ഇത് അധികം മധുരമില്ലാത്തത് കൊണ്ടും വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കും ഇത് നല്ലതാണ്. പ്രധാനമായിട്ട് ഇതിലടങ്ങിയിട്ടുള്ള കഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനൊക്കെ വളരെയധികം നല്ലൊരു ചേഞ്ച് കൊടുക്കുന്നതാണ്. മെന്റൽ സ്ട്രെസ്, അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിൽ പീരീഡ്സ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ടൈമിൽ ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കത്തിനൊക്കെയും ഇതൊരു സഡേഷനായിട്ട് പോലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഡെയിലി നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഒരു പീസ്, ചെറിയൊരു പീസ് നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട്, കാരണം ഇതൊരു വളരെ മിതമായിട്ടുള്ള രീതിയിലുള്ള മധുരം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ചൊക്കെ സ്കിന്നിനൊക്കെ വളരെ ഹൈഡ്രേറ്റ് ആക്കുന്നതാണ്, സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.